അങ്ങനെ നമ്മുടെ രാജ്യം ആ നിർണായക കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശക്തിയിൽ ഇനി ശത്രുക്കൾ കിടുങ്ങി വിറയ്ക്കും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. വളച്ചുകെട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ ശേഖരത്തിലെ നിർണായകമായ ക്ഷാമം പരിഹരിക്കുന്നതിനായി കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള ഒരു വമ്പൻ കരാറിൽ രാജ്യം ഒപ്പുവെക്കുകയാണ്. അതെ, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖല ഇനി അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്ത മാസം നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതിനു മുന്നോടിയായി വലിയ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ഈ ഒരു വമ്പൻ കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് യുദ്ധവിമാന സ്ക്വാഡ്രണുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എണ്ണം കൂട്ടേണ്ട ഒരു ആവശ്യം കൂടി അടിയന്തരമായി നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 114 യുദ്ധവിമാനങ്ങൾ നമ്മുടെ സേനയുടെ ഭാഗമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയിലേക്ക് അത്യാധുനികമായ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്താൻ ഈ കരാറിന് കഴിയുമെന്നതാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തദ്ദേശീയ നിർമ്മാണ പ്രക്രിയകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാകും ഈ കരാർ മുന്നോട്ട് പോവുക. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ കരാർ മുന്നോട്ട് പോവുക. 2025 ജൂണിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഡസോ ഏവിയേഷനുമായി ഇന്ത്യയിൽ പ്രധാന റഫേൽ ഫ്യൂസ്ലേജ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു നിർണായക കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നത് എടുത്തു തന്നെ പറയണം. ഈ ഫ്യൂസ്ലേജ് നിർമ്മിക്കുക എന്നത് വിമാനത്തിന്റെ പ്രധാനപ്പെട്ട ആ സെന്ററിൽ വരുന്ന ഭാഗം നിർമ്മിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ദസോയുടെ ലോകമെമ്പാടുമുള്ള കയറ്റുമതി ഓർഡറുകൾ നിറവേറ്റുന്നതിനായി ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ഹൈദരാബാദ് പ്ലാന്റിൽ നടക്കുന്നുണ്ട് എന്നത് എടുത്തു തന്നെ പറയണം. 2028 സാമ്പത്തിക വർഷത്തോടെ പ്രാരംഭ ഡെലിവറികൾ നടത്താനും അതുപോലെ തന്നെ വർഷത്തിൽ 24 ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കാനുമാണ് പ്ലാന്റ് ലക്ഷ്യമിടുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ രാജ്യത്തിൽ ഇനിയും ഉയർന്നു വരാൻ പോകുന്ന മെഗാ പദ്ധതിയുടെ പ്രാദേശികവൽക്കരണ സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് ഹൈദരാബാദിൽ ഒരു എഞ്ചിൻ നിർമ്മാണ പ്ലാന്റ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം എന്നത്. അതേസമയം ഉത്തർപ്രദേശിലെ ജവാറിൽ ഒരു മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ ഹബ്ബും സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ചേർന്ന് റഫേൽ ഉൽപാദനത്തിന്റെ 60% ഇന്ത്യക്കുള്ളിൽ പ്രാദേശികവൽക്കരണത്തിനായി കൊണ്ടുവരാനാകും എന്നത് നിസ്സംശയം പറയാം. എന്തായാലും പ്രതിരോധത്തിലെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദർശനമായി ഈ മുന്നേറ്റം യോജിച്ചു പോകും എന്നത് തന്നെയാണ്. പ്രാദേശിക ഫ്യൂസ്ലേജുകൾ, എഞ്ചിനുകൾ, MRO കഴിവുകൾ എന്നിവ രാജ്യത്തിന് വളരെ വലിയ തരത്തിലുള്ള ഗുണങ്ങളാണ് നേടിക്കൊടുക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ സൃഷ്ടിക്കപ്പെടുമെന്നതാണ്. അതുപോലെ തന്നെ ഇറക്കുമതിക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യവും നമ്മുടെ രാജ്യത്ത് ഇനി കുറയുമെന്നതാണ്. നമ്മുടെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കുന്നതിലൂടെ ഒരു ആശ്വാസം ലഭിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. 2016 ഉണ്ടാക്കിയ കരാർ പ്രകാരം 36 റഫേൽ ജെറ്റുകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും MiG-21 അതുപോലെ തന്നെ മിറാഷ് 2000 വിമാനങ്ങളുടെ വിരമിക്കൽ കാരണം നമ്മുടെ യുദ്ധവിമാന എണ്ണം താഴേക്ക് പോയ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വലിയ നീക്കത്തിനായി രാജ്യം ഒരുങ്ങുന്നത്. കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് അതുപോലെ തന്നെ ഇലക്ട്രോണിക് യുദ്ധം കൂടാതെ ദൃശ്യപരിധിക്ക് അപ്പുറത്തുള്ള പോരാട്ടം എന്നിവ കൊണ്ട് ഈ യുദ്ധവിമാനം പ്രശസ്തമാണ്. എന്തായാലും ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണികൾക്കെതിരായി രാജ്യത്തേക്ക് ഇനി വരാനിരിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാമെന്നത് ഉച്ചത്തിൽ തന്നെ നമുക്ക് വിളിച്ചു പറയാം.